നിങ്ങൾ രാവും പകലും കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടും അർഹിക്കുന്ന അംഗീകാരമോ സ്ഥാനക്കയറ്റമോ മറ്റാർക്കെങ്കിലും ലഭിക്കുന്നത് കണ്ട് നിരാശ തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ സ്വന്തം ആശയങ്ങൾ മറ്റാരെങ്കിലും അവരുടെ പേരിൽ അവതരിപ്പിച്ച് കയ്യടി നേടുന്നത് നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ? ഓഫീസ് ഭരണത്തിലോ ബിസിനസ് രംഗത്തെ അമിതമായ മത്സരങ്ങളിലോ പെട്ട് മുന്നോട്ടു പോകാൻ കഴിയാതെ നിങ്ങൾ ബുദ്ധിമുട്ടുകയാണോ? ഈ ചോദ്യങ്ങളിൽ ഒന്നിനെങ്കിലും അതെ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ഇന്നത്തെ കാലത്തെ തൊഴിലിടങ്ങളുടെയും ബിസിനസ് ലോകത്തിന്റെയും യഥാർത്ഥ മുഖമാണ് നിങ്ങൾ അനുഭവിച്ചറിയുന്നത്. പണ്ടൊക്കെ കഠിനാധ്വാനം ചെയ്താൽ മാത്രം വിജയിക്കാമായിരുന്നു എന്നൊരു ചിന്തയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല. കഴിവും കഠിനാധ്വാനവും മാത്രം പോരാ, തന്ത്രങ്ങൾ കൂടിയേ തീരൂ. തൊഴിലിടം എന്നത് ഇന്നൊരു യുദ്ധക്കളമാണ്. അവിടെ കഴിവുള്ളവർ മാത്രമല്ല വിജയിക്കുന്നത്, ബുദ്ധിപൂർവ്വം കരുക്കൾ നീക്കുന്നവരാണ്. ബിസിനസ്സിലായാലും ജോലിയിലായാലും നമ്മളെ പിന്നോട്ട് വലിക്കാനും നമ്മളുടെ സ്ഥാനത്ത് കയറിപ്പറ്റാനും തക്കം പാർത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. ഇവിടെയാണ് നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതം കണ്ട ഏറ്റവും മികച്ച തന്ത്രജ്ഞനായ ചാണക്യൻ പറഞ്ഞുവെച്ച കാര്യങ്ങൾ ഇന്നത്തെ തൊഴിൽ ലോകത്തും ബിസിനസ് രംഗത്തും എത്രത്തോളം പ്രായോഗികമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സാധാരണക്കാരനെ സാമ്രാജ്യത്തിന്റെ അധിപനാക്കിയ ചാണക്യന്റെ തന്ത്രങ്ങൾ നിങ്ങളുടെ കരിയറിലെയും ബിസിനസ്സിലെയും തടസ്സങ്ങളെ മറികടക്കാൻ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് നമ്മൾ ഇന്ന് ആഴത്തിൽ ചർച്ച ചെയ്യുന്നത്. ശത്രുക്കളെയും എതിരാളികളെയും എങ്ങനെ നേരിടണം, സുഹൃത്തുക്കളെ എങ്ങനെ തെരഞ്ഞെടുക്കണം, പ്രതിസന്ധികളിൽ എങ്ങനെ പിടിച്ചു നിൽക്കണം തുടങ്ങി ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ചാണക്യനീതിയിൽ കൃത്യമായി പറയുന്നുണ്ട്. വെറുമൊരു ഉപദേശങ്ങൾ എന്നതിലുപരി ഇന്നത്തെ കാലത്ത് പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇത്. ഈ തന്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും കരിയറിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ആ തന്ത്രങ്ങൾ ഓരോന്നായി പരിശോധിക്കാം. 1. നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങളുടേതായി മാത്രം സൂക്ഷിക്കുക. ചാണക്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങളിലൊന്ന് സ്വന്തം രഹസ്യങ്ങൾ മറ്റാരോടും പങ്കുവെക്കരുത് എന്നതാണ്. തൊഴിലിടങ്ങളിൽ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു വലിയ തെറ്റാണിത്. ഒപ്പമുള്ള സഹപ്രവർത്തകരോട് നമ്മൾ പെട്ടെന്ന് കൂട്ടാകും. അവരോട് നമ്മുടെ ഭാവി പരിപാടികൾ, ബിസിനസ് ആശയങ്ങൾ, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മാനേജ്മെന്റിനോടുള്ള നമ്മുടെ എതിർപ്പുകൾ എന്നിവയെല്ലാം വളരെ നിഷ്കളങ്കമായി തുറന്നു പറയും. എന്നാൽ ചാണക്യൻ പറയുന്നത്, നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങൾ തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ അത് മറ്റൊരാൾ സൂക്ഷിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത് എന്നാണ്. ഇന്ന് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കുന്ന വ്യക്തി നാളെ നിങ്ങളുടെ കടുത്ത ശത്രുവായി മാറിയേക്കാം. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ പങ്കുവച്ച ഈ രഹസ്യങ്ങൾ അവർ നിങ്ങൾക്ക് നേരെ തന്നെ പ്രയോഗിക്കുന്ന ആയുധങ്ങളായി മാറും. സ്ഥാനക്കയറ്റത്തിനു വേണ്ടിയുള്ള മത്സരത്തിലോ അല്ലെങ്കിൽ ഒരു പുതിയ ചുമതല സ്വന്തമാക്കുന്നതിലോ നിങ്ങളുടെ ആശയങ്ങൾ അവർ നിങ്ങളറിയാതെ ചോർത്തിയെടുക്കാം. നിങ്ങളുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കിയാൽ അത് മുതലെടുക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഓഫീസിലെ സുഹൃത്തുക്കളോട് എപ്പോഴും സ്നേഹത്തോടെ ഇടപഴകുക, അവരെ സഹായിക്കുക. എന്നാൽ നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളും തന്ത്രങ്ങളും ഒരിക്കലും ആരോടും വെളിപ്പെടുത്താതിരിക്കുക. ഒരു സംരംഭകനാണെങ്കിലും നിങ്ങളുടെ അടുത്ത ബിസിനസ് നീക്കമെന്താണെന്ന് നിങ്ങളുടെ എതിരാളികൾ മുൻകൂട്ടി അറിയാൻ പാടില്ല. 2. അമിതമായ സത്യസന്ധത അപകടമാണ്. ചാണക്യനീതിയിലെ വളരെ പ്രശസ്തമായ ഒരു വാചകമുണ്ട്. കാട്ടിൽ പോയി നോക്കുക, നേരെ നിൽക്കുന്ന മരങ്ങളാണ് ആദ്യം വെട്ടിമാറ്റപ്പെടുന്നത്. വളഞ്ഞു നിൽക്കുന്ന മരങ്ങളെ ആരും പെട്ടെന്ന് തൊടില്ല. ഇത് ഇന്നത്തെ തൊഴിൽ ലോകത്തും 100% ശരിയാണ്. അമിതമായ സത്യസന്ധതയും എപ്പോഴും നേർവഴിയിലൂടെ മാത്രം സഞ്ചരിക്കാനുള്ള വാശിയും പലപ്പോഴും നിങ്ങൾക്ക് തന്നെ വിനയായി മാറും. നിങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന യാതൊരു നയതന്ത്രവുമില്ലാത്ത ഒരാളാണെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ വളരെ എളുപ്പത്തിൽ ചൂഷണം ചെയ്യും. ബിസിനസ്സിൽ നിങ്ങളുടെ എല്ലാ നീക്കങ്ങളും എതിരാളികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചാൽ അവർ നിങ്ങളെ പെട്ടെന്ന് പരാജയപ്പെടുത്തും. ഓഫീസിലായാലും നിങ്ങളുടെ മേലധികാരികളോട് എല്ലാ കാര്യങ്ങളും മുഖത്തു നോക്കി യാതൊരു മയവുമില്ലാതെ പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ കരിയറിനെ തന്നെ ദോഷകരമായി ബാധിച്ചേക്കാം. സത്യസന്ധത വളരെ നല്ലൊരു ഗുണമാണ്, പക്ഷേ അത് നിങ്ങളെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലാകരുത്. സാഹചര്യങ്ങൾ മനസ്സിലാക്കി ആരോട് എന്തു പറയണം, എന്തു പറയരുത്, എപ്പോൾ മൗനം പാലിക്കണം എന്ന് തിരിച്ചറിയാനുള്ള അസാമാന്യമായ കഴിവാണ് ഒരു മികച്ച ഉദ്യോഗസ്ഥന് വേണ്ടത്. അർഹതയില്ലാത്തവരുടെ മുന്നിൽ നിങ്ങളുടെ നന്മ കാണിക്കാൻ പോകാതിരിക്കുക. 3. ശത്രുവിനെയും എതിരാളിയെയും കൃത്യമായി വിലയിരുത്തുക. നിങ്ങളുടെ തൊഴിലിടത്തിലോ ബിസിനസ്സിലോ നിങ്ങൾക്കൊരു ശത്രുവോ ശക്തനായ എതിരാളിയോ ഉണ്ടെങ്കിൽ അവരെ ഒരിക്കലും കുറച്ചു കാണരുത്. ചാണക്യൻ പറയുന്നു, രോഗം, ശത്രു, കടം എന്നിവയെ തുടക്കത്തിൽ തന്നെ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ അത് കാലക്രമേണ വളർന്നു വലുതായി നമ്മളെ നശിപ്പിക്കും. നിങ്ങളുടെ എതിരാളി നിങ്ങളെക്കാൾ ശക്തനാണെങ്കിൽ അവരുമായി നേരിട്ടേറ്റുമുട്ടാൻ പോകുന്നത് ബുദ്ധിശൂന്യതയാണ്. പകരം അവരുടെ പ്രവർത്തന രീതികൾ, അവരുടെ കഴിവുകൾ, അവരുടെ പോരായ്മകൾ എന്നിവ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. നേരിട്ടുള്ള ഒരു യുദ്ധത്തിനു പകരം നിങ്ങളുടെ കഴിവുകൾ നിരന്തരം മെച്ചപ്പെടുത്തുന്നതിലും അവരുടെ പോരായ്മകൾ നിങ്ങളുടെ അനുകൂലമാക്കി മാറ്റുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഉദാഹരണത്തിന്, ഓഫീസിൽ നിങ്ങൾക്ക് നിരന്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സഹപ്രവർത്തകനുണ്ടെങ്കിൽ അവരോട് ശബ്ദമുയർത്തി വഴക്കിടാൻ പോകുന്നതിനു പകരം അവർക്ക് സ്വാധീനിക്കാൻ കഴിയാത്ത നിങ്ങളുടെ മേലധികാരികളുമായി മികച്ച ഒരു പ്രൊഫഷണൽ ബന്ധം സ്ഥാപിക്കുക. നിങ്ങളുടെ ജോലിയിലെ അനിഷേധ്യമായ മികവുകൊണ്ട് അവരെ മറികടക്കുക. ബിസിനസ്സിലാണെങ്കിൽ എതിരാളികളുടെ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ന്യൂനതകൾ മനസ്സിലാക്കി ഉപഭോക്താക്കൾക്ക് അതിനേക്കാൾ മികച്ച സേവനം നൽകാൻ ശ്രമിക്കുക.
വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ഒരിക്കലും പ്രതികരിക്കരുത്, മറിച്ച് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുക. 4. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനുള്ള കഴിവ്. കാലം മാറുന്നതനുസരിച്ച് സ്വയം മാറാൻ തയ്യാറാകാത്തവർ വേഗത്തിൽ പരാജയപ്പെടും എന്നാണ് ചാണക്യൻ നൂറ്റാണ്ടുകൾക്ക് മുൻപേ പറഞ്ഞുവെച്ചത്. ബിസിനസ് ലോകവും തൊഴിൽ മേഖലയും അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ സാങ്കേതിക വിദ്യകൾ, പുതിയ പ്രവർത്തന തന്ത്രങ്ങൾ, പുതിയ തൊഴിൽ രീതികൾ എന്നിവയെല്ലാം അതിവേഗം വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പണ്ടുമുതലേ ഇങ്ങനെയാണ് ചെയ്യുന്നത്, എന്റെ രീതി ഇതാണ്, ഇനി പുതിയതൊന്നും പഠിക്കാനോ മാറാനോ തയ്യാറല്ല എന്ന് ചിന്തിക്കുന്നവർ അതിവേഗം പിന്തള്ളപ്പെടും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനും എപ്പോഴും തയ്യാറായിരിക്കണം. ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിൽ തളർന്നിരിക്കാതെ ആ പ്രതിസന്ധിയെ എങ്ങനെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു അവസരമാക്കി മാറ്റാം എന്നാണ് ഒരു യഥാർത്ഥ വിജയി ചിന്തിക്കേണ്ടത്. പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക. മറ്റുള്ളവരുടെ പരാജയങ്ങളിൽ നിന്നും പഠിക്കാൻ ചാണക്യൻ പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട്. കാരണം എല്ലാം സ്വന്തം അനുഭവത്തിൽ നിന്ന് മാത്രം പഠിക്കാൻ നിങ്ങളുടെ ഒരു ആയുസ് തികയില്ല. നിങ്ങളുടെ മേഖലയിലെ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് എപ്പോഴും അറിവുള്ളവരായിരിക്കുക. മാറുന്ന ലോകത്ത് പുതിയ അറിവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. 5. ശരിയായ കൂട്ടുകെട്ടുകൾ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക. ഒരു മനുഷ്യന്റെ സ്വഭാവവും ഭാവിയും നിർണയിക്കുന്നത് അവൻ ആരുമായാണ് നിരന്തരം കൂട്ടുകൂടുന്നത് എന്നത് നോക്കിയാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള 5 പേരുടെ ശരാശരിയായിരിക്കും നിങ്ങൾ എന്നാണ് മനഃശാസ്ത്രം പോലും പറയുന്നത്. ഓഫീസിലായാലും ബിസിനസ്സിലായാലും നിഷേധാത്മക ചിന്തകൾ മാത്രമുള്ളവരുമായി ഒരിക്കലും കൂട്ടുകൂടരുത്. എപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് പരാതികൾ പറയുന്ന, കൂടെ ജോലി ചെയ്യുന്നവരെ കുറ്റം പറയുന്ന, ജോലി ചെയ്യാൻ മടിയുള്ള ആളുകളുമായുള്ള സംസർഗം നിങ്ങളുടെ ഊർജ്ജവും ലക്ഷ്യബോധവും കഴിവും നശിപ്പിക്കും. പകരം നിങ്ങളെക്കാൾ അറിവുള്ള, കഴിവുള്ള, പോസിറ്റീവായി എപ്പോഴും ചിന്തിക്കുന്ന ആളുകളുമായി മാത്രം നല്ല ബന്ധം സ്ഥാപിക്കുക. അവരുടെ ചിന്താരീതികളും മികച്ച പ്രവർത്തന ശൈലിയും നിങ്ങളെയും നല്ല രീതിയിൽ സ്വാധീനിക്കും. അതുപോലെ തന്നെ തീരുമാനങ്ങളെടുക്കാൻ അധികാരമുള്ളവരുമായി എപ്പോഴും നല്ലൊരു ഔദ്യോഗിക ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക. അപ്രതീക്ഷിതമായി പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ ശക്തരായ ആളുകൾ കൂടെയുണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ചാണക്യൻ തന്റെ വലിയ ലക്ഷ്യങ്ങൾ നേടാൻ പലപ്പോഴും കരുത്തരായ ആളുകളുടെ സഹായം സ്വീകരിച്ചിരുന്നു. നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ എത്രത്തോളം ശക്തമാണോ അത്രത്തോളം വേഗത്തിൽ നിങ്ങൾക്ക് കരിയറിൽ വളരാൻ സാധിക്കും. ഈ ആശയങ്ങൾ നിങ്ങളുടെ ചിന്തകളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്കെത്താൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അനുഭവങ്ങൾ കമന്റ് ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു. 6. വൈകാരിക നിയന്ത്രണം പരിശീലിക്കുക. തൊഴിലിടങ്ങളിലെ അനാവശ്യമായ മത്സരങ്ങളെയും രാഷ്ട്രീയത്തെയും നേരിടുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വൈകാരിക നിയന്ത്രണമാണ്. അതിയായ ദേഷ്യം, മറ്റുള്ളവരോടുള്ള അസൂയ, പരാജയപ്പെടുമോ എന്ന ഭയം തുടങ്ങിയ വികാരങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങളെ തെറ്റായ വഴിയിലേക്ക് നയിക്കും. ഓഫീസിൽ ആരെങ്കിലും നിങ്ങളെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാൽ അപ്പോൾ തന്നെ പൊട്ടിത്തെറിക്കാതിരിക്കുക. അവർ ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ സമനില തെറ്റിക്കുക, നിങ്ങളെക്കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുക എന്നത് തന്നെയാണ്. നിങ്ങൾ അതികഠിനമായി ദേഷ്യപ്പെടുമ്പോൾ നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിക്കാതാകും. അത് നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളെ തോൽപ്പിക്കാനുള്ള ഏറ്റവും നല്ല അവസരം നൽകും. ഏത് കഠിനമായ സാഹചര്യത്തിലും മാനസികമായ സമനില കൈവിടാതെ ശാന്തമായി ചിന്തിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ വിജയി. ചാണക്യൻ തന്റെ ജീവിതത്തിൽ ഒരുപാട് അപമാനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ഒരിക്കലും വികാരങ്ങൾക്ക് അടിമപ്പെട്ട് പെട്ടെന്നുള്ള തെറ്റായ തീരുമാനങ്ങൾ എടുത്തില്ല. പകരം തന്റെ ലക്ഷ്യത്തിൽ ഉറച്ചുനിൽക്കുകയും വളരെ ശാന്തനായി ബുദ്ധിപൂർവ്വം പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്തു. ബിസിനസ്സിൽ ഒരു വലിയ നഷ്ടം സംഭവിച്ചാൽ അതിനെച്ചൊല്ലി സങ്കടപ്പെട്ടിരിക്കാതെ ആ നഷ്ടം എങ്ങനെ നികത്താം, അടുത്തതെന്ത് ചെയ്യണം എന്ന് ശാന്തമായി ചിന്തിക്കാൻ കഴിയണം. 7. നയതന്ത്രപരമായ സമീപനം. സാമ, ദാന, ഭേദ, ദണ്ഡ. പ്രശ്നങ്ങൾ പരിഹരിക്കാനും ശത്രുക്കളെ നേരിടാനും ചാണക്യൻ നിർദ്ദേശിക്കുന്ന അതിപ്രശസ്തമായ 4 ഉപായങ്ങളാണ് സാമ, ദാന, ഭേദ, ദണ്ഡ എന്നിവ. ഇത് ഇന്നത്തെ കാലത്ത് തൊഴിലിടങ്ങളിലും ബിസിനസ്സിലും വളരെ പ്രായോഗികമാണ്. ആദ്യം സാമ ഈമായിരുന്നു, അതായത് പറഞ്ഞു മനസ്സിലാക്കുക. ഓഫീസിലൊരു പ്രശ്നമുണ്ടായാൽ അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ആദ്യം പരസ്പരം സംസാരിച്ച് സമാധാനപരമായി അത് പരിഹരിക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ല തുടക്കം. രണ്ടാമത് ദാന. എന്തെങ്കിലും ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യുകയോ അവർക്ക് ഗുണകരമാകുന്ന എന്തെങ്കിലും നൽകുകയോ ചെയ്ത് പ്രശ്നം തീർക്കുക. ബിസിനസ്സിൽ പലപ്പോഴും പരസ്പര ധാരണകളും കോംപ്രമൈസുകളും വേണ്ടിവരും. അത് തോൽവിയല്ല, മുന്നോട്ടു പോകാനുള്ള തന്ത്രമാണ്. മൂന്നാമത് ഭേദ. ശത്രുക്കൾക്കിടയിൽ തന്ത്രപരമായി ഭിന്നിപ്പുണ്ടാക്കുക. നിങ്ങൾക്കെതിരെ ഒരു സംഘം ആളുകൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ സംശയങ്ങളും ഭിന്നിപ്പുമുണ്ടാക്കി അവരുടെ കൂട്ടുകെട്ട് തകർക്കുകയും അങ്ങനെ നിങ്ങളുടെ വഴി സുഗമമാക്കുകയും ചെയ്യുക. നാലാമത് ദണ്ഡ. ശിക്ഷിക്കുക അല്ലെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുക. മുകളിലെ 3 സമാധാനപരമായ മാർഗങ്ങളും പരാജയപ്പെട്ടാൽ മാത്രം ഈ അവസാന മാർഗം ഉപയോഗിക്കുക. നിങ്ങളെ നിരന്തരം ഉപദ്രവിക്കുന്ന, നിങ്ങളുടെ കരിയർ നശിപ്പിക്കാൻ നോക്കുന്ന ഒരാൾക്ക് തക്കതായ മറുപടി നൽകേണ്ട സമയം വരുമ്പോൾ ഒട്ടും മടിച്ചു നിൽക്കരുത്. അവിടെ നിങ്ങളുടെ കരുത്ത് പൂർണ്ണമായി കാണിക്കുക തന്നെ വേണം. 8. മേലധികാരികളുമായുള്ള ഇടപെടൽ. ചാണക്യനീതിയിൽ രാജാവിനോട് അല്ലെങ്കിൽ ഭരണാധികാരിയോട് എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു ഉപമയുണ്ട്.
തീ കായുന്നതുപോലെയാകണം അധികാരികളോടുള്ള പെരുമാറ്റം. തീയുടെ അടുത്തേക്ക് അധികം ചെന്നാൽ നമുക്ക് പൊള്ളലേൽക്കും. എന്നാൽ തീയിൽ നിന്ന് ഒരുപാട് അകന്നു നിന്നാൽ നമുക്ക് തണുപ്പുമാറ്റാൻ ആ ചൂട് കിട്ടുകയുമില്ല. കൃത്യമായ ഒരു അകലം പാലിച്ചു വേണം നിൽക്കാൻ. നിങ്ങളുടെ മേലധികാരികളോടുള്ള നിങ്ങളുടെ പെരുമാറ്റവും ഇതുപോലെ തന്നെയായിരിക്കണം. അവരുമായി അമിതമായി അടുക്കാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം നഷ്ടപ്പെടാൻ കാരണമാകും. മാത്രമല്ല, ആ അമിത സ്വാതന്ത്ര്യം നിങ്ങളുടെ ജോലിയിൽ സങ്കീർണതകൾ സൃഷ്ടിക്കുകയും ചെയ്യും. അതേസമയം അവരിൽ നിന്ന് പൂർണ്ണമായും അകന്നു നിൽക്കുന്നതും നല്ലതല്ല. നിങ്ങളുടെ നല്ല പ്രകടനങ്ങൾ അവർ അറിയാതെ പോകാനും നിങ്ങൾക്ക് ലഭിക്കേണ്ട പുതിയ അവസരങ്ങൾ മറ്റുള്ളവർക്ക് ലഭിക്കാനും അത് കാരണമാകും. അതുകൊണ്ട് മേലധികാരികളുമായി തികച്ചും പ്രൊഫഷണലായ എന്നാൽ ബഹുമാനത്തോടെയുള്ള ഒരു കൃത്യമായ അകലം എപ്പോഴും സൂക്ഷിക്കുക. 9. സ്വന്തം കഴിവുകളിൽ അടിയുറച്ച വിശ്വാസം അർപ്പിക്കുക. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിനേക്കാൾ വളരെ പ്രധാനം നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതാണ്. നിങ്ങളൊരു പുതിയ കാര്യം തുടങ്ങാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു പുതിയ ചുമതല ഏറ്റെടുക്കുമ്പോഴോ ഒരുപാട് പേർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചേക്കാം. നിങ്ങളെക്കൊണ്ടിതിന് കഴിയില്ല, ഇതിൽ വലിയ റിസ്ക്കുണ്ട്, നിങ്ങൾ എന്തായാലും തോൽക്കും എന്നൊക്കെ പലരും നിങ്ങളോട് പറയും. എന്നാൽ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ചും നിങ്ങളുടെ സ്വന്തം കഴിവുകളെക്കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ടെങ്കിൽ ആരെയും ഭയക്കേണ്ടതില്ല. ചാണക്യനൊരു വലിയ സൈന്യത്തിന്റെ പിൻബലമോ സമ്പത്തോ ഇല്ലാതെയാണ് അതിശക്തമായ നന്ദസാമ്രാജ്യത്തെ തകർത്ത് സാധാരണക്കാരനായ ചന്ദ്രഗുപ്ത മൗര്യനെ വലിയൊരു ദേശത്തിന്റെ രാജാവാക്കിയത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആയുധം അദ്ദേഹത്തിന്റെ കൂർമ്മബുദ്ധിയും അതിരുകളില്ലാത്ത ആത്മവിശ്വാസവുമായിരുന്നു. അതുപോലെ നിങ്ങളുടെ കഴിവുകളിൽ പൂർണ്ണമായി വിശ്വസിക്കുക. വിമർശനങ്ങളെ ഭയക്കാതെ നിരന്തരം പരിശ്രമിക്കുക. നിങ്ങളുടെ വഴിയിൽ വരുന്ന പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള വെറും ചവിട്ടുപടികൾ മാത്രമാണെന്ന് തിരിച്ചറിയുക. സ്വന്തം കഴിവിലുള്ള വിശ്വാസമാണ് ഏത് വലിയ പ്രതിസന്ധിയെയും മറികടക്കാനുള്ള ഏറ്റവും വലിയ ഇന്ധനം. 10. ലക്ഷ്യത്തിൽ നിന്നുള്ള വ്യതിചലനം ഒഴിവാക്കുക. തൊഴിലിടങ്ങളിലെ മത്സരങ്ങളിലും രാഷ്ട്രീയത്തിലും പെട്ടുപോകുമ്പോൾ പലർക്കും സംഭവിക്കുന്ന ഏറ്റവും വലിയ അബദ്ധം അവരുടെ യഥാർത്ഥ ലക്ഷ്യം അവർ മറന്നുപോകുന്നു എന്നതാണ്. നിങ്ങളുടെ സമയം മുഴുവൻ മറ്റുള്ളവരെ തോൽപ്പിക്കാനും അവർക്ക് മറുപടി നൽകാനും ഉപയോഗിച്ചാൽ നിങ്ങളുടെ സ്വന്തം വളർച്ച അവിടെ നിൽക്കും. ചാണക്യൻ പറയുന്നത് ഒരുവന്റെ ശ്രദ്ധ എപ്പോഴും അവന്റെ അന്തിമ ലക്ഷ്യത്തിൽ മാത്രമായിരിക്കണമെന്നാണ്. ചെറിയ പ്രശ്നങ്ങളിലും തർക്കങ്ങളിലും പെട്ട് നിങ്ങളുടെ ഊർജ്ജം വെറുതെ കളയരുത്. നിങ്ങളുടെ ലക്ഷ്യം സാമ്പത്തിക വളർച്ചയോ കരിയറിലെ ഉയർന്ന പദവിയോ മികച്ച ഒരു ബിസിനസ്സോ ആണെങ്കിൽ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ ആ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ടോ എന്ന് മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വരുന്ന പ്രലോഭനങ്ങളെയും തടസ്സങ്ങളെയും പൂർണ്ണമായും അവഗണിക്കുക. കഴുകനെപ്പോലെ വളരെ ഉയരത്തിൽ പറക്കുമ്പോഴും താഴെയുള്ള ലക്ഷ്യത്തിൽ മാത്രം കണ്ണുനട്ടിരിക്കുന്ന ഏകാഗ്രതയാണ് ഒരു വ്യക്തിയെ വിജയത്തിലേക്ക് നയിക്കുന്നത്. ഈ തത്വങ്ങളെല്ലാം തന്നെ കേവലം വായിച്ചു മറക്കാനുള്ളതല്ല. നാളെ മുതൽ നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഈ ആശയങ്ങൾ ഒന്ന് പ്രായോഗികമായി ഉപയോഗിച്ചു നോക്കുക. അമിതമായ വികാരങ്ങൾ മാറ്റിവെച്ച് ബുദ്ധിമുട്ടുകളെ അവസരങ്ങളാക്കി മാറ്റി കൃത്യമായ ലക്ഷ്യബോധത്തോടെയും തന്ത്രങ്ങളോടെയും മുന്നേറുക. വിജയം തീർച്ചയായും നിങ്ങളുടെ പിന്നാലെ വരും. നിങ്ങളുടെ സ്വന്തം ബുദ്ധിയും വിവേകവുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്ത്. അതിനെ എപ്പോഴും മൂർച്ച കൂട്ടിവെക്കുക. നിങ്ങൾക്ക് മുന്നോട്ടു പോകാൻ ഈ കാര്യങ്ങൾ ഒരു പ്രചോദനമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. വരും ദിവസങ്ങളിൽ കൃത്യമായ പ്ലാനിങ്ങോടെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ചുവടുവയ്ക്കുക.